Hi students, welcome to today's chemistry class, Organic Chemistry, some basic principles and techniques. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓർഗാനിക് റിയാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതായത് അവിടെ ബോണ്ട് ബ്രേക്കിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഇൻ ആൻ ഓർഗാനിക് റിയാക്ഷൻ ദ ഓർഗാനിക് മോളിക്യൂൾ, ഈ ഓർഗാനിക് മോളിക്യൂളിനെ നമ്മൾ വേറൊരു പേര് കൊണ്ട് വിളിക്കുന്നുണ്ട്, സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുക. സബ്സ്ട്രേറ്റ്, ആ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ റിയാക്ട് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് അറ്റാക്കിംഗ് റിയേജൻറ്റ്, ഒരു റിയേജൻറ്റുമായിട്ട് അത് റിയാക്ഷൻ നടക്കുകയാണ്. ആ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് വൺ ഓർ മോർ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് എപ്പോഴും നമുക്കറിയാം അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ഉടനെ തന്നെ അത് പ്രൊഡക്റ്റ് അത് ഡീകമ്പോസ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റുകൾ തരുന്നു. പ്രൊഡക്റ്റ് രണ്ട് ഉണ്ട്, പ്രൊഡക്റ്റും മെയിൻ പ്രൊഡക്റ്റും ഉണ്ട്, ബൈ പ്രൊഡക്റ്റും ഉണ്ട്. നമുക്ക് ആദ്യം ഓർഗാനിക് മോളിക്യൂള് ഓർഗാനിക് മോളിക്യൂൾ പറയുന്നത് സബ്സ്ട്രേറ്റ്, ആ സബ്സ്ട്രേറ്റും റിയേജൻറ്റുമായിട്ട് റിയാക്ഷൻ നടത്തി ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നു. ഇൻ്റർമീഡിയറ്റിൽ നിന്ന് അത് പ്രൊഡക്റ്റായി മാറുന്നു. ഇതാണ് ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുന്ന മെക്കാനിസം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. In an organic reaction, the organic molecule reacts with an appropriate attacking reagent and leads to the formation of one or more intermediates and finally product. ഇനി ഓർഗാനിക് മോളിക്യൂളിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇറ്റ് ഇസ് എ റിയാക്റ്റന്റ് വിച്ച് സപ്ലൈസ് കാർബൺ ടു ദ ന്യൂ ബോണ്ട്. ഓർഗാനിക് മോളിക്യൂളാണ്. ഓർഗാനിക് മോളിക്യൂളിനകത്ത് നിശ്ചയമായിട്ട് എന്തുണ്ട്? കാർബൺ ഉണ്ട്. അതുകൊണ്ട് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ which supplies carbon to the new bond and the other reactant is called a reagent. If both the reactants supply carbon to the new bond, then choice is arbitrary and in that case the molecule on which attention is focused is called a substrate. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസത്തിനകത്ത് ചില ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഉണ്ട്. ഈ ഓർഗാനിക് മോളിക്യൂളിനകത്തുള്ള ബോണ്ടിങ് ആണ് കോവാലന്റ് ബോണ്ടിങ്. എ കോവാലന്റ് ബോണ്ട് ക്യാൻ അണ്ടർഗോ ഫിഷൻ ഇൻ ടു വേസ്. രണ്ട് തരത്തിലുള്ള ബ്രേക്കിങ്ങിന് കോവാലന്റ് ബോണ്ട് വിധേയമാകാം. ഒന്നെന്ന് പറയുന്നത്, ഒന്നാമത്താണ് ഹോമോലിറ്റിക് ഫിഷൻ, രണ്ടാമത്താണ് ഹെട്രോലിറ്റിക് ഫിഷൻ. എ കോവാലന്റ് ബോണ്ട് ക്യാൻ അണ്ടർഗോ ഫിഷൻ ഇൻ ടു വേസ്, ഹെട്രോലിറ്റിക് ഫിഷൻ ആൻഡ് ഹോമോലിറ്റിക് ഫിഷൻ. നമുക്കൊന്ന് നോക്കാം എന്താണ് ഹോമോലിറ്റിക്കും ഹെട്രോലിറ്റിക് ഫിഷനും. ഇവിടെ റിയാക്ഷൻ മെക്കാനിസം, എ സീക്വൻഷ്യൽ അക്കൗണ്ട് ഓഫ് ഈച്ച് സ്റ്റെപ്പ്. ഈ ബോണ്ടിങ് ഹോമോലിറ്റിക് ഫിഷൻ ആണെങ്കിലും ഹെട്രോലിറ്റിക് ഫിഷൻ ആണെങ്കിലും അവിടെ നടക്കുമ്പോൾ അത് പല സ്റ്റെപ്പുകളായിട്ട്, എ സീക്വൻഷ്യൽ അക്കൗണ്ട് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഡിസ്ക്രൈബിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഇലക്ട്രോൺ മൂവ്മെൻറ്റ്. ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്, എനർജറ്റിക് ഡ്യൂറിംഗ് ബോണ്ട് ക്ലീവേജ് ആൻഡ് ബോണ്ട് ഫോർമേഷൻ ആൻഡ് ദ റേറ്റ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻ ടു പ്രൊഡക്ട്സ് ഈസ് റെഫേർഡ് ടു ആസ് എ റിയാക്ഷൻ മെക്കാനിസം. ഇങ്ങനെ റിയാക്ഷനെ പറ്റി നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റും എങ്ങനെയാണ്, ഹൈ എനർജി ആർക്കാണ്, അങ്ങനെയുള്ളതൊക്കെ പറയുന്നത് നമ്മളൊരു കൺസെപ്റ്റിലാണ്. ആ കൺസെപ്റ്റിനെയാണ് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. റിയാക്ഷൻ മെക്കാനിസം. കോവാലന്റ് ബോണ്ടിൻ്റെ ക്ലീവേജ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹെട്രോലിറ്റിക്കും ഹോമോലിറ്റിക്കും. ഫിഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട്. ഹെട്രോലിറ്റിക് ഫിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിതൊരു ഓർഗാനിക് മോളിക്യൂളാണ് CH3Br. ആ CH3Br കാർബണും ബ്രോമിനും തമ്മിലുള്ള ബോണ്ടാണ്, ഒരു കോവാലന്റ് ബോണ്ടാണ്. ആ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിന് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത് CH3+ പ്ലസ് Br- ആണ്. CH3Br ബോണ്ട് ബ്രേക്ക് ചെയ്ത് CH3+ Br- ആയി മാറി. ഇവിടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? ഒരു കാറ്റയോണും ആനയോണും. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസിനെയാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. ആനയോൺ എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജുള്ളത്. ഇവിടെ കാർബണിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ പോസിറ്റീവ് ചാർജ് കിടക്കുന്നത്, അതാണ് നമുക്ക് കാർബോ കാറ്റയോൺ എന്ന് വിളിക്കാം. അടുത്താണ് Br-. ഹെട്രോലിറ്റിക് ക്ലീവേജ്. എ ഹെട്രോലിറ്റിക് ക്ലീവേജ് ദ ബോണ്ട് ബ്രേക്സ് ഇൻ സച്ച് എ ഫാഷൻ ദാറ്റ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ റിമെയിൻ വിത്ത് വൺ ഓഫ് ദ ഫ്രാഗ്മെന്റ്സ്. CH3Br-നകത്ത് ആ രണ്ട് ഇലക്ട്രോണും CAയും കാർബണേയും ബ്രോമിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന ആ രണ്ട് ഇലക്ട്രോണും
ആരുടെ കൂടെ പോവുകയാണ്? ബ്രോമിൻ്റെ കൂടെ പോവുകയാണ്. അതാണ് ആ ആരോ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റ്, ഇലക്ട്രോൺ ഏത് വഴിയാണ് പോകുന്നതെന്ന് കാണിക്കുന്നതാണ് ആ ആരോ. ആരോ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പോയി ആരുടെ കൂടെ പോയി? 2 ഇലക്ട്രോണും ബ്രോമിൻ്റെ കൂടെ പോയി. അന്നേരം Br മൈനസ് ആയി മാറി. പാവം കാർബൺ എന്ത് സംഭവിച്ചു? ഉള്ള ഇലക്ട്രോൺ പോയി, അതുകൊണ്ട് Ca3+ ആയി മാറി. One atom has a sextet electronic configuration and a positive charge. Ca3+ 6 electron sextet electronic configuration and the other a valence octet with at least one lone pair and a negative charge. ഒരു ലോൺ പെയർ ആയിട്ട് അവിടെ കിട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ബ്രോമിന് കിട്ടിയിരിക്കുകയാണ്. അവിടെ ആനയോണും കാറ്റിയോണും നമുക്കിവിടെ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഫിഷിന് പറയുന്ന പേരാണ് ഹെട്രോലിറ്റിക് ക്ലീവേജ്. ഹെട്രോലിറ്റിക് അതായത് നീതിപൂർവമല്ല പോയിരിക്കുന്നത്. അതെങ്ങനെയാണ് പോയിരിക്കുന്നത്? 2 പേരും തമ്മിൽ ഉണ്ടാക്കിയ ബോണ്ട് 2 ഇലക്ട്രോണേയും ആരടിച്ചുകൊണ്ട് പോയി? ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം അല്ലെങ്കിൽ സ്പീഷ്യസ് അടിച്ചുകൊണ്ട് പോയി. അതാണ് ഇവിടെ കാണുന്നത് Ca3Br. Ca3യും Br കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രോമിൻ എന്ന് പറയുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളതാണ്. അതുകൊണ്ട് ബ്രോമിൻ അതിനെ Br മൈനസ് ആയി മാറുന്നു. ഇപ്പം നമ്മൾ ഓർഗാനിക് മോളിക്യൂളിൻ്റെ ബോണ്ട് ബ്രേക്കിംഗ് ആണ് നമ്മളിപ്പം കണ്ടത്. അവിടെ ഉണ്ടായത് എന്താണ്? കാർബോ കാറ്റയോണും ആനയോണും ഉണ്ടാവുന്നു. കാർബോ കാറ്റയോണും ആനയോണും ഹെട്രോലിറ്റിക് ഫിഷനാണ്. ഈ കാർബോ കാറ്റയോൺ നമുക്കതിനെ നമുക്ക് കാർബോണിയം അയോൺ എന്ന് പറയാം. കാർബോണിയം അയോൺ പ്ലസ് ചാർജ് ഉള്ള അതാണ് കാർബോ കാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ. ഇതിൻ്റെ ഷേപ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് പഠിക്കണം. ഈ കാർബോണിയം അയോൺ പോസിറ്റീവ് ചാർജുള്ള കാർബൺ empty അൺഹൈബ്രിഡൈസ്ഡ് പ്രീ ഓർബിറ്റില. ഇലക്ട്രോൺ എല്ലാം പോയി അല്ലേ? empty അൺഹൈബ്രിഡൈസ്ഡ് ഹാസ് 6 ഇലക്ട്രോൺ മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം എന്താണ്? ഇത് 2, 4, 6 ഉണ്ടായിരുന്ന ഇലക്ട്രോണെ ആര് കൊണ്ടുപോയി? നമ്മുടെ കൂടെ വന്ന ആൾ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പം കൊണ്ടുപോയി. എന്നിട്ട് അവിടെ empty അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റിലാണ്. അതുകൊണ്ട് ഇവിടെ പറയാം കാർബോണിയം അയോൺ അല്ലെങ്കിൽ കാർബോ കാറ്റയോൺ എന്ന് വിളിക്കുന്ന വേറൊരു പേരാണ് കാർബോണിയം അയോൺ. ഓക്കെ, ഈ കാർബോണിയം അയോണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കാർബോണിയം അയോൺ. ആൻഡ് പ്ലെയിനാർ സ്ട്രക്ചർ ഓഫ് കാർബൺ പ്ലെയിനാർ സ്ട്രക്ചർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണാം കാർബോണിയം അയോണിന്റെ sp2 ഹൈബ്രിഡൈസേഷൻ ഹാസ് 6 ഇലക്ട്രോൺ ആണുള്ളത് വന്നിരിക്കുന്നത്. A carbocation is a molecule in which a carbon atom has a positive charge and 3 bonds. 3 bonds ഉണ്ട്, അതുകൊണ്ടാണ് 6 ഇലക്ട്രോൺ വന്നിരിക്കുന്നത്. We can basically say that they are carbon cations. കാർബൺ കാറ്റയോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ്. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെയാണ് കാർബോ കാറ്റയോൺസ് എന്ന് പറയുന്നത്. ഫോർമുല ഇറ്റ് വാസ് നോൺ ആസ് കാർബോണിയം അയോൺ. ഈ കാർബോണിയം അയോൺ എന്നും വിളിക്കുന്നു. നമുക്ക് കാർബോ കാറ്റയോണിന് വേറൊരു പേരാണ് കാർബോണിയം അയോൺ. നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്. എന്താണ് കാർബോണിയം അയോൺ? കാർബോണിയം അയോൺ എന്ന് മൈനസ് ചാർജ് അല്ല, പിന്നെ എന്താണ് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബോ കാറ്റയോണിന് വിളിക്കുന്ന വേറൊരു പേരാണ് കാർബോണിയം അയോൺ. A carbocation is a molecule in which a carbon atom has a positive charge and 3 bonds. We can basically say that they are carbon cations. Formerly it was known as carbonium ion. Carbocation today is defined as any even electron cation that possesses a significant positive charge on the carbon atom. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഉള്ള അതാണ് കാർബോണിയം അയോൺ അല്ലെങ്കിൽ കാർബോ കാറ്റയോൺ. നമുക്കിവിടെ ഓർഗാനിക് മോളിക്യൂള് കാർബൺ അടങ്ങിയ ഓർഗാനിക് മോളിക്യൂള് അതിന് കാർബണ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലൈഡ് ഗ്രൂപ്പാണ്. ബ്രോമിൻ വന്നു കാർബണിൻ്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ ബ്രോമിന് പാർഷ്യൽ നെഗറ്റീവും കാർബണ് പാർഷ്യൽ പോസിറ്റീവുമാണ്. ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരുന്നു. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഹെട്രോളിസിന് വിധേയമായപ്പോൾ ഉള്ള ഇലക്ട്രോണെ ബ്രോമിൻ അടിച്ചുകൊണ്ട് പോയി. ആ ബോണ്ടിലുള്ള അന്നേരം ബ്രോമിന് എന്ത് ചാർജ് കിട്ടി? ബ്രോമിന് മൈനസ് ചാർജ് കിട്ടി. 2 ഇലക്ട്രോണെ കൊണ്ട് ബ്രോമിൻ അങ്ങ് പോയി. ബ്രോമിൻ മൈനസ്, പാവപ്പെട്ട കാർബണ് ഒരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാർബണെയാണ് കാർബോ കാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ എന്ന് പറയുന്നത്. കാർബോണിയം അയോൺ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കാർബോണിയം അയോണിന് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ഉള്ളത്, ഹെട്രോളിസിന് വിധേയമാകുന്നു. ഇനി കാർബോ കാറ്റയോണിൻ്റെ നമുക്ക് അതിൻ്റെ ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ടേർഷറി കാർബോകാറ്റയോൺ ആണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. എന്താണ് ടേർഷറി? ഈ കാർബൺ പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ
ആ കാർബണിൽ നിന്ന് 3 ആൽക്കൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ടെർഷറി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ, ആ കാർബണിൽ നിന്ന് 2 ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 കാർബൺ, ആൽക്കൈൽ ഗ്രൂപ്പിൽ നമുക്ക് കാർബൺ എന്നുള്ളത് ഓർത്താൽ മതി, 2 കാർബൺ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ലിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രൈമറി? പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ, ആ കാർബണിൽ നിന്ന് നമുക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് നമുക്ക് പറയാൻ പറ്റും പ്രൈമറി എന്ന് പറയും. പ്രൈമറി എന്ന് പറയുന്നു. നമുക്ക് ഇത് അടുത്താണ് മീഥൈൽ ഗ്രൂപ്പ്. മീഥൈൽ ഗ്രൂപ്പിനകത്ത് കാർബൺ, നമുക്ക് പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ മീഥൈൽ ഗ്രൂപ്പാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് അത് ഓർത്തിരിക്കുക. അന്നേരം നിങ്ങൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കുക അതിൻ്റെ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്നതിനനുസരിച്ചാണ് നമുക്കിവിടെ അതിൻ്റെ കൺസെപ്റ്റ് പറയാൻ സാധിക്കുന്നത്, കാർബൺ എന്നുള്ള കാര്യം. ഇവിടെ carbocations are highly unstable, so alkyl group directly attach the positively charged carbon to stabilize the carbocation due to inductive and hyperconjugation effect. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കും ഈ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ടെർഷറി കാർബോകാറ്റയോൺ ആണ്. കാരണം ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. അതായത് ഇലക്ട്രോണെ കൊടുക്കുന്നു. അതുപോലെ അതിന് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സും കൂടെ ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. തന്മൂലം ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുതലുള്ളിടത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഉള്ളത്. ഏറ്റവും കൂടുതൽ കാർബോകാറ്റയോൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെർഷറിക്കകത്ത്. അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി. പിന്നെ പ്രൈമറിക്കകത്ത് ഓർത്തിരിക്കുക കാർബണയിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ കേട്ടോ, കാർബണയിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. പിന്നെ മീഥൈൽ ഗ്രൂപ്പ്, അന്നേരം ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ്, ലീസ്റ്റ് സ്റ്റേബിളാണ് മീഥൈൽ ഗ്രൂപ്പ്. ടെർഷറിക്കകത്ത് നമുക്ക് 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അതാണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ. നമ്പർ ഓഫ് കാർബൺ ആറ്റം അറ്റാച്ച്ഡ് ടു കാർബോകാറ്റയോൺ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ സ്റ്റെബിലിറ്റി ഇരിക്കുന്നത്. ഓക്കെ, കാർബോകാറ്റയോൺസ് ആർ ഹൈലി അൺസ്റ്റേബിൾ ആണ്. സോ ആൽക്കൈൽ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ദ പോസിറ്റീവ്ലി ചാർജ് കാർബൺ ടു സ്റ്റെബിലൈസ് ദ കാർബൺ കാറ്റയോൺ ഡ്യൂ ടു ഇൻഡക്റ്റീവ് ആൻഡ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ചിലപ്പോൾ ബോർഡ് എക്സാമിന് ചോദിക്കാം ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ. എന്നിട്ട് നമ്മൾ പറയും ടെർഷറി കാർബോകാറ്റയോൺ ആണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ. ഏറ്റവും കുറവ് പ്രൈമറി അല്ലെങ്കിൽ ഏറ്റവും അതിനേക്കാളും ചെറുതാണ് മീഥൈൽ കാർബോകാറ്റയോൺ. A species having a carbon atom possessing a sextet of electrons and a positive charge is called a carbocation. അതിനെയാണ് കാർബോണിയം അയോൺ എന്ന് പറയുന്നത്. കാർബോണിയം. ഇനി കാർബാനിയോൺ വേറെ ഉണ്ട് കേട്ടോ, കാർബാനിയോൺ അത് വേറെയാണ്, ഇത് കാർബോണിയം അയോൺ ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദ ഒബ്സൈഡ് ഓർഡർ ഓഫ് കാർബോകാറ്റയോൺ. ടെർഷറിക്ക് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് കുറവ്, സെക്കൻഡറി, അങ്ങനെ അങ്ങ് പോകുന്നു നമുക്ക് കാണാൻ സാധിക്കും. അടുത്താണ് കാർബാനിയോൺ. എന്താണ് കാർബാനിയോൺ? കാർബാനിയോൺ എന്ന് പറഞ്ഞാൽ പിരമിഡൽ sp3 ഹൈബ്രിഡൈസ്ഡ് ഷേപ്പുള്ളതിനെയാണ് കാർബാനിയോൺ എന്ന് പറയുന്നത്. കാർബാനിയോൺ പിരമിഡൽ ഷേപ്പാണ്. ബോണ്ട് ആംഗിൾ 109.28, ഹാസ് 8 ഇലക്ട്രോൺസ്. ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. നമ്മുടെ കാർബോകാറ്റയോണിനകത്ത് 6 ഇലക്ട്രോണേ ഉള്ളൂ, പോസിറ്റീവ് ചാർജിനകത്ത് 6. ഇവിടെ കാർബാനിയോണിനകത്ത് 8 ഇലക്ട്രോൺ ഉണ്ട്. എന്തായിരിക്കും കാരണം? 2 ഇലക്ട്രോണെ കൂടെ കിട്ടി അല്ലേ? സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് ഓർ ബൈ ഇൻഡക്റ്റീവ് എഫക്റ്റ്. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ കണ്ടെയ്നിങ് ലോൺ പെയർ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ഓഫ് കാർബാനിയോൺ. ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ് കാർബാനിയോൺ. എങ്ങനെയാണ് കാർബാനിയോൺ നമുക്ക് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് CH3Z എന്ന് പറയുന്ന ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ളതാണ്. അതുകൊണ്ട് ഈ കാർബൺ എന്ത് ചെയ്യുന്നു? കാർബൺ CH3 ഗ്രൂപ്പിനകത്ത് ഈ ബോണ്ടിലെ ഇലക്ട്രോണെ മുഴുവനുമായിട്ടും ആരെടുക്കുന്നു? നമ്മുടെ കാർബൺ എടുക്കുക. കാർബൺ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നു? CH3+ വരുന്നു, പ്ലസ് Z+. ഇസഡിന് ഇലക്ട്രോൺ പോയി, അതുകൊണ്ടാണ് Z+, CH3- വരുന്നു. നമുക്കവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണെയാണ് നമുക്ക് കാർബാനിയോണിനകത്ത് കാണപ്പെടുന്നത്. sp3 ഹൈബ്രിഡൈസ്ഡ്. വ്യത്യാസം ഓർത്തിരിക്കുക. കാർബോകാറ്റയോണിനകത്ത് sp2 ഹൈബ്രിഡൈസേഷൻ, കാർബാനിയോണിനകത്ത് sp3 ഹൈബ്രിഡൈസ്ഡ്. A carbanion is an anion in which carbon atom has unshared pair of electron and bears a negative charge. ഒരു 2 ഇലക്ട്രോൺ അവിടെ വെറുതെ ഇരിക്കും, അൺഷെയർ ആയിട്ട് ഇരിക്കും. അങ്ങനെ അതിനെയാണ് കാർബാനിയോൺ. CH3- ഓർത്തിരിക്കുക. മറ്റേതെന്തായിരുന്നു? നമ്മുടെ പ്ലസ് ചാർജ് ഉള്ളതാണ് കാർബോകാറ്റയോൺ. ഇവിടെ എന്താണ്? CH3- മൈനസ് ചാർജ് ഉള്ളതാണ് കാർബാനിയോൺ. കാർബോകാറ്റയോണിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കാർബോണിയം അയോൺ. ഇത് കാർബാനിയോൺ.
മൈനസ് ചാർജ് ഉള്ള കാർബാനിയോൺ is an anion in which carbon has an unshared pair of electron and bears a negative charge, usually with the 3 substituents for a total of 8 valence electrons. The carbanion exists in a trigonal pyramidal geometry. Trigonal pyramidal geometry ആണ് ഇവിടെ കാണുന്നത്. Formally, a carbanion is the conjugate base of a carbonic acid. sp3 hybridized എന്ന് ഓർക്കുക, മൈനസ് ചാർജ് എന്ന് ഓർക്കുക. സ്റ്റെബിലിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റെബിലിറ്റി നമുക്ക് എന്താണ്? മീഥൈൽ ആനയോൺ എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജ് ഉള്ള കാർബൺ CH3 ഗ്രൂപ്പ്, അതാണ് മീഥൈൽ കാർബാനിയോൺ എന്ന് പറഞ്ഞാൽ. പ്രൈമറി കാർബാനിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് പ്രൈമറി എന്ന് പറയുന്നത്. പ്രൈമറി മീഥൈൽ ഗ്രൂപ്പ് മൈനസ് ചാർജ് ഉള്ള കാർബൺ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ രണ്ട് ഇതുമായിട്ടാണെങ്കിൽ നമുക്കതിനെ സെക്കൻഡറി എന്ന് പറയാം. ഇനി ടേർഷറി രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണെങ്കിൽ അതിന് ടേർഷറി സെക്കൻഡറി എന്ന് പറയാം. ടേർഷറി എന്ന് പറഞ്ഞാൽ എന്താണ്? ടേർഷറി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സാധിക്കും മൂന്ന് കാർബൺ ഗ്രൂപ്പുമായിട്ട് മൈനസ് ചാർജ് അടങ്ങിയിരിക്കുകയാണെങ്കിലാണ് ടേർഷറി, 3 എണ്ണം. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്, ഓർത്തിരിക്കുക, രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്. ടേർഷറിക്കകത്ത് 3 ആൽക്കൈൽ ഗ്രൂപ്പ്, പ്രൈമറിക്കകത്ത് 1 ആൽക്കൈൽ ഗ്രൂപ്പ്, ഓർത്തിരിക്കേണ്ട. കാർബോകാറ്റോൺ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കാർബോകാറ്റോൺ ടേർഷറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പോസിറ്റീവ് എന്നേ ഉള്ളൂ, അവിടെ ബാക്കി 3 എണ്ണം അല്ലെ, 3 കാർബൺ ആറ്റവുമായിട്ട് പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ. ഇനി കാർബോകാറ്റോണിനകത്ത് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ 2 കാർബൺ ആറ്റം. ഇവിടെ ഇപ്പം ഇത് മൈനസിനെ പറ്റി നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ പ്രൈമറി കാർബോകാറ്റോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൈനസ് ചാർജ് അടങ്ങിയിരിക്കുന്ന കാർബൺ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട്. അത് ഓർത്തിരിക്കുക, എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്നുള്ളത്. ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മൾ കാർബോകാറ്റോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഓർഡറാണ് ഇവിടുത്തെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് പ്രൈമറിയൊക്കെയാണ്. പ്രൈമറിക്കാല് മുമ്പ് ഏറ്റവും ചെറുതാരാണ്? നമ്മുടെ മീഥൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് മീഥൈൽ നമ്മുടെ CH3 മൈനസിനാണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രൈമറി, പിന്നെയാണ് സെക്കൻഡറി. ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിളാണ് ടേർഷറി കാർബാനിയോൺ. ഓർത്തിരിക്കുക, ടേർഷറി കാർബാനിയോൺ ആണ് ഏറ്റവും കുറവെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മീഥൈലിന് ഏറ്റവും കൂടുതൽ മോസ്റ്റ് സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈമറി പറയാം, പിന്നെ സെക്കൻഡറി, ഏറ്റവും കുറവാണ് ടേർഷറി. നമ്മുടെ കാർബോകാറ്റോണിൻ്റെ റിവേഴ്സ് ഓർഡറാണ് നമ്മളിപ്പം ഇവിടെ പഠിക്കുന്നത്. ഇപ്പം കാർബാനിയോണും കാർബോകാറ്റോണും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. കാർബോകാറ്റോൺ എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ, കാർബാനിയോൺ എന്ന് പറഞ്ഞാൽ sp3 ഹൈബ്രിഡൈസേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്താണ് ഹോമോലിറ്റിക് ക്ലീവേജ്, രണ്ടാമത്തെ ടൈപ്പ് ക്ലീവേജ്. ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഉണ്ടാകുന്നു. ഒന്ന് ഹെട്രോലിറ്റിക്കും, രണ്ടാമത്തെ ഹോമോലിറ്റിക്കും. ഹെട്രോലിറ്റിക്കിനകത്ത് ഒന്നുകിൽ 2 ഇലക്ട്രോണും ഒരാൾ അടിച്ചുകൊണ്ട് പോകും അല്ലേ, ഇതിലെന്താണ് പോസിറ്റീവ് മൈനസും പ്ലസും ഉണ്ടാകുന്നു. ഇനി ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ബോണ്ട് ഇലക്ട്രോൺ കൊടുക്കും. അതായത് അവരുടെ കാര്യം അവർ ബ്രേക്ക് ചെയ്തപ്പോൾ തുല്യമായിട്ട് ഓരോ ആറ്റത്തിനും അതിൻ്റെ ഇലക്ട്രോണെ കൊടുത്ത് അങ്ങ് വിടുന്നതിനാണ് ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. In homolytic cleavage, one of the electron of the shared pair in a covalent bond goes with each of the bonded atom. Thus, in homolytic cleavage, the movement of a single electron takes place instead of an electron pair. The homolytic cleavage, the movement of a single electron takes place instead of an electron pair. അങ്ങനെയാണെങ്കിൽ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം 2 ഇലക്ട്രോണാണ്, 2 ഇലക്ട്രോൺ തുല്യമായിട്ട് ഓരോരുത്തർക്കും കൊടുക്കുകയാണെങ്കിൽ ഓരോ സ്പീഷീസിന് മുകളിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുക. അതിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ആ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ പ്ലെയിനാർ ഒരു പിരമിഡൽ ഷേപ്പാണ്. ആ ഫ്രീ റാഡിക്കലിന് 7 ഇലക്ട്രോൺ. ഓർത്തിരിക്കുക, നമ്മുടെ കാർബോകാറ്റോണിനകത്ത് 6 ആയിരുന്നു, ആനയോണിനകത്ത് 8 ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽ 7 ഇലക്ട്രോൺ. സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് ഓർ ബൈ ഇൻഡക്റ്റീവ് എഫക്റ്റ്. സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് ഓർ ബൈ ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഓർഡർ ഓഫ് ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ടേർഷറിക്കാണ് ഏറ്റവും കൂടുതൽ, സെക്കൻഡറി അത് കഴിഞ്ഞ് പ്രൈമറിക്കാണ് ഏറ്റവും കുറവ്. ഇത് ആരെപ്പോലെയാണ് ഇരിക്കുന്നത്? ഇത് നമ്മുടെ sp3 അതായത് നമ്മുടെ കാർബോകാറ്റോണിൻ്റെ തനി ഉരുവാണ് ഫ്രീ റാഡിക്കൽ എന്നുള്ള, അത് ഓർത്തിരിക്കുക. കാർബോകാറ്റോണിനകത്ത് നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു, ഫ്രീ റാഡിക്കലിനകത്തും sp2 ഹൈബ്രിഡൈസേഷനാണ് കാർബൺ. അതുപോലെ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ടേർഷറി ഫ്രീ റാഡിക്കലാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളത്. ഓക്കെ.
നമ്മുടെ ഹോമോലിറ്റിക് ക്ലീവേജ് നമുക്ക് പറയാൻ പറ്റും. RX ഹീറ്റ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഓർഗാനിക് കോമ്പൗണ്ടിനകത്തോട്ട് ലൈറ്റ് വന്ന് പതിക്കുകയാണെങ്കിൽ അത് ആൽക്കൈൽ ഫ്രീ റാഡിക്കലും അടുത്ത കൂടെയുള്ള X ഏത് വേണേലും ആകാം എക്സ് ഫ്രീ റാഡിക്കലുമായി മാറുന്നു. ഓർഗാനിക് റിയാക്ഷൻ വിച്ച് പ്രൊസീഡ്സ് ബൈ ഹോമോലിറ്റിക് ഫിഷൻ ആർ കോൾഡ് ഫ്രീ റാഡിക്കൽ ഓർ ഹോമോപോളാർ ഓർ നോൺ പോളാർ റിയാക്ഷൻ. സച്ച് ക്ലീവേജ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂട്രൽ സ്പീഷീസ് atom or groups which contain an unpaired electron. These species are called free radical. ഏത് സ്പീഷീസിനകത്താണോ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഉള്ളത് അതിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം, ഇതാണ് ഇത് ഫ്രീ റാഡിക്കലാണ്. RX അത് ഓർഗാനിക് കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്തു. ഓരോ ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോൺ ആയിരുന്നു ഈ ബോണ്ടിനകത്തുണ്ടായിരുന്നത്. ആ 2 ഇലക്ട്രോണും ആ ഓരോരുത്തർക്കും വേർതിരിച്ച് കൊടുത്തതിന് ആൽക്കൈൽ ഫ്രീ റാഡിക്കൽ എക്സ് ഫ്രീ റാഡിക്കലുമായി മാറി. അതിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇവിടെ ഫ്രീ റാഡിക്കൽ നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ഹൈബ്രിഡൈസേഷനകത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നു. ഫ്രീ റാഡിക്കലിൻ്റെ sp2 ഹൈബ്രിഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇതിൻ്റെ ഓർബിറ്റലിനകത്ത് ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നു, ഒരു ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ഇത് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ടെർഷറി റാഡിക്കലാണ് ഏറ്റവും സ്റ്റേബിൾ. സെക്കൻഡറി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവാണ് മീഥൈൽ റാഡിക്കൽ. An organic free radical is free radical form of carbon with the 3 bonds and a single unpaired electron. A free radical can react with another free radical, but more when even it is react with a stable evenly paired molecule. ഈ ഒരു ഫ്രീ റാഡിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര അൺസ്റ്റേബിൾ ആകുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിന് സ്ഥിരതയില്ലാതെ ചെന്ന് ഇടിക്കും. ആർക്കിട്ടാണ് ഇടിക്കുന്നത്? സാധാരണ നോർമൽ ആയിട്ടുള്ള ഇലക്ട്രോൺസിനിട്ട് ചെന്ന് ഇടിച്ച് അതിനെ കൂടി അൺപെയർഡ് ആക്കും. അങ്ങനെ റിയാക്ഷൻ അങ്ങോട്ട് ചെയിൻ ടെർമിനേഷൻ, ചെയിൻ പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യത്തെ നമുക്ക് എന്താ പറയുക, ഇനീഷ്യേഷൻ നടത്തുന്നു ഫ്രീ റാഡിക്കൽ. അത് കഴിഞ്ഞ് പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള മെക്കാനിസം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആദ്യം ഇനീഷ്യേഷൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായിക്കഴിഞ്ഞ് ചെന്ന് ഇടിക്കുന്നത് പെയർഡ് ആയിട്ടുള്ള ഇലമെൻസിനെ ഇടിക്കും. അത് കഴിഞ്ഞ് ആ ഇലമെൻറ്റ്സ് അൺപെയർഡ് ആവും. അങ്ങനെ റിയാക്ഷൻ നടക്കും. ഫ്രീ റാഡിക്കലിനെ പറ്റി നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് ഉണ്ടാകേണ്ട ഇതാണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ ടെർഷറി ഫ്രീ റാഡിക്കലിനാണുള്ളത്. ഏറ്റവും കുറവ് പ്രൈമറി, അതിനേക്കാളും കുറവാണ് മീഥൈൽ റാഡിക്കലിന്. നമുക്ക് ഇപ്പം ഈ ഫിഷൻ റിയാക്ഷനകത്ത് ഹെട്രോലിറ്റിക്കും ഹോമോലിറ്റിക്കും ഉണ്ട്. ഹെട്രോലിറ്റിക്കിനകത്ത് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ കാർബോ ആനിയോണും കാർബോ കാറ്റയോണും അല്ലേ. ഇപ്പം നമുക്കിവിടെ ആനിയോണിനകത്ത് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇനി മീഥൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ മീഥൈൽ കാറ്റയോൺ ഉണ്ട്. മീഥൈൽ കാറ്റയോണിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ വേക്കൻറ്റ് 2 പീസ്ഡ് ഓർബിറ്റിലാണ്. എന്നാൽ മീഥൈൽ ഫ്രീ റാഡിക്കലിനകത്ത് കാണാൻ പറ്റും ഹാഫ് ഫിൽഡ് 2 പീസ്ഡ് ഓർബിറ്റ്, ഹാഫ് ഫിൽഡ് ഒരു ഇലക്ട്രോൺ അവിടെയുണ്ട്. കാർബോ കാറ്റയോണിനകത്ത് എന്തായിരുന്നു? വേക്കൻറ്റ്, ഇത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവർ രണ്ടുപേരും sp2 ഹൈബ്രിഡൈസേഷനാണ് കാർബൺ, sp2 ഹൈബ്രിഡൈസേഷൻ ഓർത്തിരിക്കുക. ഇവയുടെ സ്റ്റെബിലിറ്റിയും ഒരു സെയിം ആണ്. ടെർഷറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. ഇനി കാർബാനിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇലക്ട്രോൺ കൂടുതൽ ഫിൽഡ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലാണ്. sp3 ഹൈബ്രിഡൈസേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത് നമ്മുടെ ഇതിൻ്റെ റിവേഴ്സ് ഓർഡറാണ് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിനകത്ത് sp3 അല്ലെങ്കിൽ കാർബാനിയോൺ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ബോർഡ് എക്സാമിന് ചോദിക്കുന്ന കേട്ടോ നമ്മുടെ കാർബോ കാറ്റയോണിൻ്റെയും ഫ്രീ റാഡിക്കലിൻ്റെയും കാർബോ ആനിയോണിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റിയും അതിൻ്റെ ഓർഡറും. ഇനി നമ്മൾ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം പഠിക്കുമ്പോൾ നമ്മൾ ന്യൂക്ലിയോഫിൽസ് എന്താണെന്ന് പഠിക്കും. ന്യൂക്ലിയോഫിൽസ് ആദ്യം നമുക്ക് ന്യൂക്ലിയോഫിൽസിന് അർത്ഥം പറയാം. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് അല്ലേ. അതിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ന്യൂക്ലിയോഫിൽസ് എന്ന് പറയുന്നത്. ഫിൽസ് എന്ന് പറഞ്ഞാൽ ലവിങ്, ന്യൂക്ലിയസിനെ ലവ് ചെയ്തു വരുന്ന ആൾക്കാർ. ന്യൂക്ലിയസിനെ ലവ് ചെയ്തു വരുന്ന ആൾക്കാരായിരിക്കും. ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ന്യൂക്ലിയോഫിലിക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസിനെയാണ് ന്യൂക്ലിയോഫിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ Cl- ഒരു ന്യൂക്ലിയോഫിലാണ്, Br- ന്യൂക്ലിയോഫിലാണ്, I-, Cn-, OH-, RCH2- ഇതെല്ലാം ന്യൂക്ലിയോഫിൽസ് ആണ്. ഇനി ഇതേണ്ട കിടക്കുന്നു NH3 ഒരു ന്യൂക്ലിയോഫിൽ എന്ന് പറയുന്നത്. എന്തായിരിക്കും അർത്ഥം? NH3 നമുക്കറിയാം അമോണിയക്കകത്ത് നൈട്രജനിൽ ലോൺ പെയർ ഉണ്ടല്ലേ. ആ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഇലക്ട്രോൺ ഉണ്ട് അവിടെ. ആ ഇലക്ട്രോണ് എപ്പോഴും ആരെയായിരിക്കും ഇഷ്ടം? ന്യൂക്ലിയോഫിൽസിനെയാണ്. അതായത് പോസിറ്റീവ് ചാർജുള്ള വസ്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് NH3 എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫിലാണ്. H2O അകത്ത് ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്.
അതായത് ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടാതെ വെറുതെ ഇരിക്കുന്നവന്മാരെയാണ് ലോൺ പേയേഴ്സ് എന്ന് പറയുന്നത്. ആ ലോൺ പേയേഴ്സിന് വളരെ ഇഷ്ടമാണ് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉള്ളത്. അതുകൊണ്ട് ന്യൂക്ലിയോഫിൽസ് ആയിട്ട് H2O ആക്ട് ചെയ്യുന്നു. ROH, RNH2 ഇതെല്ലാം ന്യൂക്ലിയോഫിൽസ് ആണ്. നമുക്ക് എന്താണ് ന്യൂക്ലിയോഫിൽസ് എന്ന് നമ്മുടെ ഡെഫിനിഷൻ നോക്കാം. എ റിയേജന്റ് വിച്ച് ക്യാൻ ഡൊണേറ്റ് ആൻ ഇലക്ട്രോൺ പെയർ ഇൻ എ റിയാക്ഷൻ ഇസ് കോൾഡ് എ ന്യൂക്ലിയോഫിൽ. നോട്ട് ചെയ്യുക, എ റിയേജന്റ് വിച്ച് ക്യാൻ ഡൊണേറ്റ് ആൻ ഇലക്ട്രോൺ പെയർ ഇൻ എ റിയാക്ഷൻ ഇസ് കോൾഡ് എ ന്യൂക്ലിയോഫിൽ. ഈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കണം. The name nucleophile means nucleus loving and indicates that it attacks region of low electron density in the substrate molecule. Nucleophiles are electron rich. ഇത് പലതരത്തിലുള്ള റിയാക്ഷൻ മെക്കാനിസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ന്യൂക്ലിയോഫിൽസ് ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റേഴ്സിനെയാണ് ന്യൂക്ലിയോഫിൽസ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ പലതരത്തിലുള്ള റിയാക്ഷൻസ് ഇനി പഠിക്കും. ദേ മേ ബി നെഗറ്റീവ് അയോൺസ് ഇൻക്ലൂഡിംഗ് കാർബാനിയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ് വിത്ത് ഫ്രീ ഇലക്ട്രോൺ പെയർ. A nucleophile can be represented by general symbol Nu-. മൈനസ് എന്നുള്ള ഓർത്ത് ന്യൂക്ലിയോഫിൽ. Nucleophile, a reagent that brings an electron pair, that is nucleus seeking, and the reaction is then called a nucleophile. Examples of nucleophiles are the negatively charged ions which with a lone pair of electrons such as hydroxide, OH-, cyanide -, Nc- ions and carbanions. Neutral molecules ഏതൊക്കെയാണ് H2O, R3N, R2NH etc. can also act as nucleophiles due to the presence of lone pair. ഇതിന്റെ ന്യൂക്ലിയോഫിൽസിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ മൈനസ് ചാർജ് ഉള്ളതെല്ലാം നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂട്രൽ മോളിക്യൂളായ H2O, അമോണിയ, ആൽക്കഹോളൊക്കെ ഓർത്തിരിക്കുക. അടുത്താണ് ഇലക്ട്രോഫിൽസ്. എന്തായിരിക്കും ഇലക്ട്രോഫിൽസിന്റെ അർത്ഥം? ഇലക്ട്രോഫിൽസിന്റെ അർത്ഥം ലവിങ്, ഇലക്ട്രോണെ ലവ് ചെയ്യുന്ന ആള്, അതാണ് ഇലക്ട്രോഫിൽസിന്റെ അർത്ഥം. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജ് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കെമിസ്ട്രിക്കകത്ത് മൈനസും പ്ലസും കൂടെയാണ്. മൈനസിനെ ലവ് ചെയ്യുന്ന ആളാരായിരിക്കും? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇലക്ട്രോഫിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H+, Cl+, Br+, I+, അലൂമിനിയം, അതെല്ലാം പ്ലസ് ചാർജുകളാണ്. ആ പ്ലസ് ചാർജുകളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഇലക്ട്രോഫിൽസ് ആണ്. ഇലക്ട്രോണെ ലവ് ചെയ്യുന്ന ആൾക്കാർ, പോസിറ്റീവ് ചാർജാണ്, അവിടെ ഇലക്ട്രോൺ കുറവാണ്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ നെഗറ്റീവ് ചാർജുള്ളതിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രോഫിൽസ് എന്ന് പറയുന്നത്. അന്നേരം നേരിട്ട് പറയുകയാണ് അലൂമിനിയം ട്രൈക്ലോറൈഡും BF3 ഇലക്ട്രോഫിൽസ് ആണ്. അതെന്തായിരിക്കും കാരണം? അലൂമിനിയം ട്രൈക്ലോറൈഡ് നമുക്കറിയാം അത് ലേഡീസ് ആസിഡാണ്. ലേഡീസ് ആസിഡ് അല്ലേ, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് ആണ്. അതുപോലെ തന്നെ BF3 അതും ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അതിന് ആ BF3ക്ക് ആരെയാണ് ഇഷ്ടം? ഇലക്ട്രോണെയാണ് ഇഷ്ടം. അതുകൊണ്ട് അത് ഇലക്ട്രോഫിൽസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അതായത് നമുക്കറിയാം നമുക്ക് ആവശ്യം പോലെയാണ് നമ്മുടെ റിയാക്ഷൻസ് നടക്കുന്നത്. അതുകൊണ്ടാണ് അലൂമിനിയം ട്രൈക്ലോറൈഡും BF3 ഒക്കെ ഇലക്ട്രോഫിൽസ് ആണെന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോഫിൽസ്? നമുക്കൊരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കണ്ടേ. എ റിയേജന്റ് വിച്ച് ക്യാൻ ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ പെയർ ഇൻ എ റിയാക്ഷൻ കോൾഡ് ആൻ ഇലക്ട്രോഫിൽ. ഏത് റിയേജന്റ് ആണോ ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കുന്ന ആ റിയേജന്റാണ് ഇലക്ട്രോഫിൽ എന്ന് പറയുന്നത്. The name electrophile means electron loving and indicates that it attacks region of high electron density in the substrate molecule. Electron fields are electron deficient. They may be positive ions including carbonium ions or neutral molecules with electron deficient centers. Okay, the electron fields can be represented by E+. നമുക്ക് ഇലക്ട്രോഫിൽസിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പോസിറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും. പിന്നെ എന്താണ്? ഇലക്ട്രോൺ കുറവുള്ള ആൾക്കാരും ഇലക്ട്രോഫിൽസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രോഫിൽസിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കുകയാണ്. Electrophils are reagents which can accept an electron pair in a reaction. Okay, electrophils. Electrophils, a reagent that takes away an electron pair, that is electron seeking, and the reaction is called electrophilic. Including carbocation plus CH3+ and neutral molecules having functional group like carbonyl group or alkyl halides, ഇതെല്ലാം ഇലക്ട്രോഫിൽസ് ആണ്. നമുക്ക് ഓർഗാനിക് റിയാക്ഷനകത്ത് ഇപ്പോൾ ഓർഗാനിക് റിയാക്ഷൻ്റെ മെക്കാനിസം അതിൻ്റെ ബോണ്ട് ഫിഷനും ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അന്നേരം അതിൻ്റെ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ നമുക്ക് കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ആരോ ഇട്ടാണ് കാണിക്കുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ ക്യാൻ ബി ഷോൺ ബൈ കർവ്ഡ് ആരോ നൊട്ടേഷൻ. പ്രസൻറ്റേഷൻ ഓഫ് ഷിഫ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺ പെയർ ഈസ് ഗിവൺ ബിലോ. നമുക്ക് കാണാം ഡബിൾ ബോണ്ട്, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇലക്ട്രോൺ ഡബിൾ ബോണ്ടിൽ നിന്ന് അങ്ങ് പോയപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ബോണ്ട് പോയി അല്ലേ, ഫ്രം പൈ ബോണ്ട് ടു അഡ്ജസൻറ്റ് ബോണ്ട് പൊസിഷൻ. അടുത്ത എന്താണ്? ഡബിൾ ബോണ്ട് വൈയിലേക്ക് പോയാൽ വൈക്ക് നമുക്ക് എന്ത് കിട്ടുന്നു? ഇലക്ട്രോണെ കിട്ടുന്നു. ഫ്രം പൈ ബോണ്ട് ടു അഡ്ജസൻറ്റ് ആറ്റം. ഇതെല്ലാം പൈ ബോണ്ട്. നമുക്കറിയാം ഡബിൾ ബോണ്ടിനകത്ത് ഒരു സിംഗിൾ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ട്. അതിന് ആ പൈ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺ പോവുകയാണ്. അടുത്ത ഇനി വൈ എന്ന് പറയുന്ന ആറ്റത്തിന് ലോൺ പെയർ ഉണ്ടാണ്. ആ ലോൺ പെയർ ഇലക്ട്രോണെ തൊട്ടടുത്ത് കൊടുക്കുന്നു. അതുകൊണ്ട് ഫ്രം ആറ്റം ടു അഡ്ജസൻറ്റ് ബോണ്ട് പൊസിഷൻ. ഇങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രോൺ മൂവ്മെൻ്റ് ആണ് ഓർഗാനിക് റിയാക്ഷനകത്ത് കാണുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം.
മൂവ്മെന്റ് ഓഫ് സിംഗിൾ ഇലക്ട്രോൺ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ സിംഗിൾ ബാർഡ് ഫിഷ് ലുക്ക്. അതാണ് ഹാഫ് ഹെഡഡ് കർവ്. ഫോർ എക്സാമ്പിൾ, ഇൻ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ ഗീവിംഗ് എഥനോൾ ആൻഡ് ഇൻ ദ ഡിസോസിയേഷൻ ഓഫ് ക്ലോറോമീഥെയ്ൻ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ യൂസിംഗ് കർവ്ഡ് ആരോ. നമുക്കിവിടെ പലതരത്തിലുള്ള മൂവ്മെന്റ് ആണ്. OH മൈനസ് ഇങ്ങോട്ട് പോകുന്നു, അന്നേരം CH3 OH ആയി മാറുന്നു. ഇനി അതുകൊണ്ട് ആ Br എന്ത് ചെയ്യുന്നു, Br ഇലക്ട്രോണിനെ കൊണ്ട് അങ്ങ് പോയി Br മൈനസ് ആയിട്ട് പോയി OH ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. ഇത് ഒരു ഓർഗാനിക് റിയാക്ഷനാണ്. ഒരു CH3Cl ബോണ്ട് ബ്രേക്ക് ചെയ്തു. നമുക്ക് അറിയാം, ഇങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺ വന്നാൽ ഏത് തരത്തിലുള്ള ബോണ്ട് ഫിഷനാണ്? ഹോമോലിറ്റിക് ബോണ്ട് ഫിഷൻ. ഹോമോലിറ്റിക് ഫ്രീ റാഡിക്കലായി മാറി. CH3 ഫ്രീ റാഡിക്കൽ, Cl ഫ്രീ റാഡിക്കൽ. ഇതൊക്കെ നമ്മൾ ഈ ഇലക്ട്രോൺ നമ്മുടെ ഈ സിംഗിൾ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിനെ നമുക്ക് ഈ ആരോ വെച്ച്, നമുക്ക് കേർവ്ഡ് ആരോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഓർഗാനിക് റിയാക്ഷനൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആരോസൊക്കെ വെച്ചാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പലതരത്തിലുള്ള ഓർഗാനിക് റിയാക്ഷൻ്റെ മെക്കാനിസമാണ് കണ്ടതല്ലേ? പല ടേംസ്, ന്യൂക്ലിയോഫിൽസ്, ഇലക്ട്രോഫിൽസ്, കാർബോ കാറ്റയോൺ, കാർബോ ആനിയോൺ, ഫ്രീ റാഡിക്കൽ അല്ലേ? അതെല്ലാം നമ്മൾ കണ്ടു. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.